സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഈ ചാപ്റ്ററിൽ വരുന്ന മെയിൻ ടോപ്പിക്കുകളാണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻ വരും, ഏതെല്ലാമാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്നും അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനുകളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. 1 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 1 മാർക്ക് ഓർ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വരുന്ന ഒരു ടോപ്പിക്ക് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്. ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എങ്ങനെയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഇന്നത്തെ രീതിയിലേക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജുകളിലൂടെയാണ് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് ഏർലി പേഴ്സ്പെക്റ്റീവ്, അതേപോലെ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി, ദെൻ നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി, അതേപോലെ നിയോ ക്ലാസിക്കൽ, ദെൻ അതേപോലെ ബിഹേവിയറൽ, പിന്നെ മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച്, അതുപോലെ മോഡേൺ അപ്രോച്ച്. ഇങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്തെല്ലാമാണ് പഠിക്കേണ്ടത്? ബേസിക് ആയിട്ട് പഠിക്കേണ്ടത് ഇതിന്റെ ഒരു കാലഘട്ടമാണ്, എവിടെ നിന്നും എവിടെ വരെ വരുന്നതാണ് ഈ ഓരോ സ്റ്റേജും വരുന്നത്. അതേപോലെ ആ ഓരോ സ്റ്റേജിലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് തിങ്കേഴ്സ് ആരെല്ലാമാണ്. ഇപ്പം ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിയിലാണെങ്കിൽ അതൊരു റേഷണൽ അപ്രോച്ച് ആണ്. അതേപോലെ സയന്റിഫിക് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾ, മെയിൻലി ഫയോൾ, അതേപോലെ ടൈലർ, ഇവരെല്ലാം വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. അതുപോലെ ഇവിടെ നമ്മൾ ഓരോ കാറ്റഗറിയിലും വരുന്ന മാനേജ്മെന്റ് തിങ്കേഴ്സും അവരുടെ മെയിൻ കോൺട്രിബ്യൂഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതും നമ്മൾ പഠിച്ചു വെക്കുക. പോയിന്റ് മാത്രം പഠിച്ചു വെക്കുക. ഒരു 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതാണ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് നേച്ചർ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്. ഈ നേച്ചർ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ, ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, ജനറൽ ഗൈഡ് ലൈൻ, ദെൻ അതുപോലെ ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ, ഫ്ലെക്സിബിലിറ്റി, മെയിൻലി ബിഹേവിയറൽ, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ഈ ഒരു ഇത്രയും ഇങ്ങനെയുള്ള പോയിന്റുകളാണ് നമ്മൾ ഈ ഒരു നേച്ചർ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിളിൽ മനസ്സിലാക്കേണ്ടത്. ഇതൊരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എല്ലായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ആ പോയിന്റ്സ് ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ അതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടെ നമ്മൾ തയ്യാറാക്കി വെക്കുക, മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇതാണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നേച്ചറിന്റെ എന്തെങ്കിലും ചില ഫീച്ചേഴ്സ് എല്ലാം തന്നുകൊണ്ട് അത് ഏത് നേച്ചർ ആണെന്ന് പറയാനുള്ള ഒരു ക്വസ്റ്റ്യനും ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ അതാണ് രണ്ടാമത്തെ ടോപ്പിക്, നേച്ചർ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ദെൻ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ്, അത് മാനേജ്മെന്റിനെ ഏതെല്ലാം തരത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 6 പോയിന്റ് അതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, സയന്റിഫിക് ഡിസിഷൻ, അതേപോലെ മീറ്റിംഗ് ദി ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റിലുള്ള മാറ്റത്തിനെ നമുക്ക് അതിനനുസരിച്ച് കോപ്പപ്പ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള കുറേ പോയിന്റ്സുകളാണ്, ഒരു 5-6 പോയിന്റ് ആണ് ഇതിന്റെ നീഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്നുള്ള ഏരിയയിൽ പഠിക്കാനുള്ളത്. ഇനി വരുന്ന 2 കാര്യങ്ങൾ ആണ് ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ളത്. ദാറ്റ് ഈസ് ഹെൻറി ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇവിടെ നമ്മൾ 14 പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ 14 പ്രിൻസിപ്പിൾ പഠിക്കണം. 14 പ്രിൻസിപ്പിളും അതിന്റെ ഒരു ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും കോഡുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഫസ്റ്റ് ലെറ്ററിൽ വരുന്ന ലെറ്റർ കണക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആദ്യം വരുന്ന 1-2 ലെറ്റർ കണക്ട് ചെയ്തുകൊണ്ടോ മറ്റൊരു കോഡ് നിങ്ങൾ മൈൻഡിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് അതിനെ 14 പ്രിൻസിപ്പിളും നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇതിൽ ഏതെങ്കിലും എല്ലാം ചില പ്രിൻസിപ്പിൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫയോളിന്റെ ഒരു 4 പ്രിൻസിപ്പിൾസിനെ എടുത്ത് എഴുതിയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാം.
അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പോൾ അവിടെ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതേപോലെ പല വർഷങ്ങളിൽ ചോദിച്ചതാണ്. ഇതിൽ ചില പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരും. എന്നിട്ട് ആ ഒരു എക്സ്പ്ലനേഷൻ വെച്ചുകൊണ്ട് നമ്മൾ അതിൽ ഏതാണ് പ്രിൻസിപ്പിൾ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പൊ ആ രീതിയിലുള്ള 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ വന്നേക്കാം. അതേപോലെ ഫയോളുടെ പ്രിൻസിപ്പിളിലെ യൂണിറ്റി ഓഫ് കമാൻഡും അതേപോലെ യൂണിറ്റി ഓഫ് ഡയറക്ഷനും ഉണ്ട്. ദെൻ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? 2-3 വർഷങ്ങളിൽ ചോദിച്ച റിപ്പീറ്റ് ആയിട്ട് തന്നെ വന്ന ചോദ്യമാണ്. യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അത് കണക്ട് ചെയ്തുകൊണ്ട്, അങ്ങനെ ഈ പ്രിൻസിപ്പിൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് 100% നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഡിവിഷൻ ഓഫ് ലേബർ, authority and responsibility, discipline, unity of command, unity of direction, subordination of individual interest into general interest, remuneration of personnel, centralization and decentralization, scalar chain പഠിക്കുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള 2-3 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ അവിടെയുണ്ട്. വാട്ട് ഈസ് ഗ്യാങ് പ്ലാങ്ക് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചതാണ്. മുൻ വർഷങ്ങളിലെല്ലാം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ഹൊറിസോണ്ടൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സെയിം ലെവലിലുള്ള ആളുകൾ തമ്മിൽ നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഗ്യാൻ പ്ലാങ്ക് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ, ഇനീഷ്യേറ്റീവ്, എസ്പിരിറ്റ്, ഡീകോപ്സ്. ഇത്രയുമാണ് 14 പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പോൾ ഈ 14 പ്രിൻസിപ്പിൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓരോന്നിൻ്റെയും മീനിങ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ അതാണ് ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചിലപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനോ മറ്റായിട്ട് ചോദിച്ചേക്കാം. ഹെൻറി ഫയോൾ ഏത് രാജ്യവുമായിട്ട് റിലേറ്റഡ് ആണ്? ഹീസ് എ ഫ്രഞ്ച് സിറ്റിസൺ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചിലപ്പോൾ നമ്മളോട് ചോദിച്ചേക്കാം. അതെല്ലാം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് അതിൽ ഇതേപോലെ സെയിം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് FW ടൈലറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ഈ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി ടൈലറെ പറ്റി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം അതിൽ വരുന്ന സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സുകൾ ഏതെല്ലാമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ വരുന്നതാണ് വളരെ പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ടേമാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്? അപ്പൊ നമുക്കറിയാം, നമ്മുടെ ടെക്സ്റ്റിലെല്ലാം നമ്മൾ അതിനെ ഒരു പിക്ചോറിക്കലി കണ്ട കാര്യമാണ്. പ്രൊഡക്ഷൻ മാനേജർ എന്ന് തുടങ്ങിയ ഫാക്ടറി മാനേജർ, അതിന്റെ 2 ക്ലാസിഫിക്കേഷൻ, പ്ലാനിങ് ഇൻചാർജും അതേപോലെ പ്രൊഡക്ഷൻ ഇൻചാർജ്, ദെൻ അതിൽ വരുന്ന സബ് ക്ലാസിഫിക്കേഷൻസ്. ആ ഒരു പിക്ചർ നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് വേണം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ. അപ്പൊ അതിൽ ഓരോ ഹെഡിലും വരുന്നത്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാനിങ് ഇൻചാർജിൽ വരുന്നത് ഏതെല്ലാം സബ് ഡിവിഷൻ ആണ്? ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, അതേപോലെ റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഇങ്ങനെയുള്ളതാണ് ഏതിൽ വരുന്നത്? പ്ലാനിങ് ഇൻചാർജിൽ വരുന്നത്. അതേപോലെ പ്രൊഡക്ഷൻ ഇൻചാർജിലാണെങ്കിൽ സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ദെൻ അതേപോലെ ഇൻസ്പെക്ടർ. ഇങ്ങനെ 2ലും ഒരു 4 വീതം ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഫസ്റ്റിൽ പ്ലാനിങ് ഇൻചാർജിൽ ഡിസിപ്ലിനേറിയൻ കൂടെ ഉണ്ട്. അങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ ആണ് പ്ലാനിങ് ഇൻചാർജിലും പ്രൊഡക്ഷൻ ഇൻചാർജിലും വരുന്നത്. ആ ഒരു പിക്ചർ നിങ്ങൾ കൊണ്ടുവരണം. അതിനെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ സയന്റിഫിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടെക്നിക്കുകളാണ്. ഒന്ന് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്, പിന്നെ മെത്തേഡ് സ്റ്റഡി, അതേപോലെ മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിഗ് സ്റ്റഡി, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, മെന്റൽ റെവല്യൂഷൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒരു റെവല്യൂഷൻ ആണ്. എംപ്ലോയീസിൽ വരുത്തുന്ന ഒരു ചേഞ്ച് ആണ്. അവരുടെ മൈൻഡിൽ ഒരു മാറ്റം കൊണ്ടുവരികയാണ്. അതായത് അവരെയും സ്ഥാപനത്തെയും മാനേജ്മെന്റിനെയും വർക്കേഴ്സിനെയും റിലേറ്റ് ചെയ്ത് കൊണ്ട് അവരുടെ ആ ഒരു കോർഡിയൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു റെവല്യൂഷൻ ഉണ്ടാവുന്നതിലൂടെ സ്ഥാപനത്തിന്റെ ടോട്ടൽ ഔട്ട്ലുക്ക് മാറും. അതിലൂടെ അവിടെ പ്രൊഡക്ടിവിറ്റി കൂടാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു സയന്റിഫിക് മാനേജ്മെന്റിലൂടെ ടൈലർ അവകാശപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ടെക്നിക്കാണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അതൊരു 6 മാർക്കിന്റെയോ 5 മാർക്കിന്റെയോ അല്ലെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിച്ചേക്കാം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് മാത്രം ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.
പിന്നെ വരുന്നത് ഈ രണ്ട് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള, അതായത് ടൈലറും ഫയോളും തമ്മിലുള്ള ഡിഫറൻസ് ഏതെല്ലാം ആസ്പെക്റ്റിലാണ് ഈ രണ്ട് തിങ്കേഴ്സും തമ്മിൽ ഏതെല്ലാം ആസ്പെക്റ്റിലാണ് ഡിഫറൻസസ് വരുന്നത്, അത് നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിഫറൻസസിനെ നിങ്ങൾ കോളം വൈസ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. അത് ബേസിസ് ഓഫ് ഡിഫറൻസ്, അതിൽ പേഴ്സ്പെക്റ്റീവ്, അവരുടെ കാഴ്ചപ്പാടുകളിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഐ മീൻ ടൈലർ ആണെങ്കിൽ ടൈലർ ഫോക്കസ് ചെയ്യുന്നത് ഷോപ്പ് ഫ്ലോർ ലെവലിലേക്കാണ്, അതായത് ഫാക്ടറിയുടെ ബേസ് ലെവലിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫയോൾ ആണെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഫയോളിന്റെ കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ യൂണിറ്റി ഓഫ് കമാൻഡിൽ വരുന്ന ഡിഫറൻസ് എന്തെല്ലാമാണ്, അപ്ലിക്കബിലിറ്റിയിൽ വരുന്ന ഡിഫറൻസ്, അതിന്റെ ബേസിസ് ഓഫ് ഫോർമേഷനിൽ വരുന്ന ഡിഫറൻസ്, ഈ ഡിഫറൻസ് ആണ് നമ്മൾ അവിടെ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡിഫറൻസ് പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ 4, 5, 6 ഈ ഒരു റേഞ്ചിലുള്ള മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. താങ്ക് യു.